അടിപൊളി. ഇവിടെ നടന്ന് ശരിക്ക് കാണാൻ വേണ്ടി പറ്റണത് അത് ഈ 2 മലനിരകളുടെ നടുക്കായിട്ടൊരു നദി ഒഴുകുന്നുണ്ട്. അതെ. ഹായ് 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 ചെയ്യുമ്പോഴേക്കും അവിടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. തണുപ്പ് അധികമൊന്നുമില്ല. രാവിലെ എണീറ്റപ്പോൾ തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചതാണത്. എന്താ തുമ്മലിങ്ങനെ കയറി വരാം. തുമ്മലങ്ങനെ ഓവറായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ സ്വീപ്പാക്കും. സ്വീപ്പായി കഴിഞ്ഞാൽ സ്വീപ്പായി എന്നെ. അപ്പം നല്ല ഞങ്ങളത് ഈ പമ്പിൻ്റെ അപ്പുറത്താട്ടിരുന്നു. അപ്പോൾ വേറെ ചങ്ങായി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇപ്പുറത്തിടാം. ഇവിടെ ഇട്ടപ്പോൾ നമുക്ക് എന്താ പറ്റി? നഷ്ടം പറ്റി. ഞങ്ങൾക്ക് ഇവിടെ ഇട്ടപ്പോൾ ഞങ്ങൾക്ക് 50 റുപ്യ നഷ്ടം പറ്റി. ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതായത് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ വണ്ടിയിൽ കിടന്നുറങ്ങി ചിലവ് കുറച്ച് യാത്ര ചെയ്യാന്നുള്ള നമ്മളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ പെട്രോൾ പമ്പിലും ധാബയിലൊക്കെ പാർക്കിംഗ് എടുക്കണം. അപ്പോൾ ചില പെട്രോൾ പമ്പിനും അകത്ത്, അതായത് ഇതിനകത്ത് പാർക്കിംഗ് കിട്ടും. അവിടെ നമുക്ക് വലിയ വിഷയമല്ല. അവിടെ നമുക്ക് പേ പാർക്കിംഗ് അങ്ങനൊന്നും വരില്ല. പക്ഷേ ഈ പെട്രോൾ പമ്പിൻ്റെ പുറത്ത് ഇതുപോലത്തെ പാർക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ 4 വണ്ടി ലോറി കണ്ടിക്കണമെങ്കിൽ ഉറപ്പിച്ചോളി ഇവിടെ പേ പാർക്കിംഗ് ആയിരിക്കും. അതായത് അത് ഇവിടെ പാർക്ക് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. പിന്നെ ഇവിടുത്തെ ധാബകളുടെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ആളുമ്മ 50 റുപ്യ, ഭക്ഷണം കഴിക്കണില്ലെങ്കിൽ ഒരാൾക്ക് 100 റുപ്യ. ഇവിടെയൊക്കെ 100 റുപ്യൊക്കെ വരും. ഇത് ഇപ്പം ഇന്ന് ഞങ്ങളുടെ എന്താ അറിയില്ല, രാവിലെ ഇത് വാങ്ങുള്ളൂ വരെ. ഇനിയിപ്പോൾ ആ നേരത്തെ നമുക്ക് പറയാൻ പറ്റും അവരോട്. പിന്നെ അപ്പം നിർത്തുമ്പോഴേ ചോദിക്കണം പേ പാർക്കിംഗ് ആണോ എന്ന്. ഇന്നലെ ഞങ്ങളിപ്പോൾ അത് ശ്രദ്ധിച്ചതന്നെയല്ലേ. ഞങ്ങൾ ഈ പമ്പത്തെ ആൾക്കാരെമാതിരി ഒരു ഇവിടേക്ക് പമ്പിൻ്റെ ഇപ്പുറത്ത് കിടാൻ പറഞ്ഞു. അവിടെയാണ് പാർക്കിംഗ് പറഞ്ഞു. ഓക്കെ, നമ്മളവിടെ കൊണ്ടുപോയിട്ടു. രാവിലെ വന്ന് 2 മുട്ട 50 റുപ്യ വാങ്ങി അല്ലേ. അതല്ല പോട്ടെ. ഏതായാലും നമ്മൾ എന്നും നമ്മൾക്കിങ്ങനെ 50 100 കൊടുത്ത് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എങ്ങനെയൊക്കെ അല്ലേ, നല്ല എന്താ പറയുക, അതിക്കൊരു 10 300 കൂടി കൂട്ടിയിട്ട് റൂം എടുത്ത് നിന്നൂടെ, 500 റുപ്യേൻ്റെ റൂം. ഇതിപ്പോൾ അതൊക്കെ ഒഴിവാക്കാനല്ല ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ കിടക്കുന്ന കയറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ കയറുന്ന ആളുകൾ ഒഴിഞ്ഞ പ്രദേശങ്ങൾ നോക്കുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ കിടക്കാം. ഇവിടെ ഒന്നും ആരും വന്ന് നമ്മളോട് ഒന്ന് ചോദിക്കുന്നത്. പക്ഷേ എങ്കിൽ നമ്മളുടെ സേഫ്റ്റി നമ്മളെ വഴി തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ അന്തം വിട്ട് ഉറങ്ങാൻ നല്ല ഉദ്ദേശിച്ച്. പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൈസൻ്റെ നമ്മുടെ കുക്കിങ്ങിൻ്റെ എല്ലാ വഴി നടക്കും. പിന്നെ ഞങ്ങൾ കൂമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ എല്ലാ സാധനങ്ങളും കെട്ടി മുടക്കി ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവാണ്. പോവാല്ലോ, പോവാ. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ പോകുന്നത്, നമ്മൾ ഗുവാഹട്ടിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഗുവാഹട്ടിയിലേക്ക് ഇനി നമ്മൾക്ക് ഏതാണ്ട് 57 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 57 കിലോമീറ്ററും കഴിഞ്ഞ് നമുക്ക് 57 കിലോമീറ്റർ മാത്രം ഓടിയാൽ പോരല്ലോ. അത് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾ കയറി ഇറങ്ങിയൊക്കെ റിട്ടേൺ പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യല്. അതായത് ഞങ്ങളുടെ ഒരു രീതി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് ഞങ്ങൾ ഇവിടുന്ന് നേരെ മഴ പെയ്യുന്ന പണ്ടൊക്കെ പറയും ചിറാപ്പുഞ്ചി, അവിടെ മഴ ചോരിന്നല്ല, അങ്ങനെയൊന്നുമല്ല അവിടെ. അല്ലാന്ന് കരുതുക, ഞങ്ങൾ പോകണുള്ളൂ. അറിഞ്ഞിടത്തോളം അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ചിറാപ്പുഞ്ചിയിലേക്കാണ് നമ്മുടെ യാത്ര. അത് ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഏതാണ്ട് ഇന്ന് എത്തും. ചിറാപ്പുഞ്ചിയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഞങ്ങൾ ചിറാപ്പുഞ്ചിയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാനൊക്കെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരാ. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് ഞാൻ ഇറങ്ങണം. അയ്യോ അങ്ങോട്ട് പോകുമ്പോഴേക്ക് മക്കളെ കളറായി വരാട്ടോ സംഗതി. പിന്നെ പച്ചപ്പും മലനിരയും കോടമഞ്ഞും എല്ലാം ഉണ്ടല്ലോ, വെയിലും ഉണ്ടല്ലോ. നല്ല വ്യൂ ആണ്, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റാണ് വണ്ടിന്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഇനിയൊരു 12 കിലോമീറ്റർ കഴിഞ്ഞാല് ഗുവാഹട്ടിയാണ് കേട്ടോ ഗായ്സ്. അപ്പോ നമ്മൾ അങ്ങനെ ബ്രഹ്മപുത്ര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ 12ാമത്തെ ഏറ്റവും വലിയ നഗരത്തിലേക്ക്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ ഒരു കവാട നഗരം എന്ന് വേണമെങ്കിലും പറയാം, ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാലം കഴിഞ്ഞാൽ, ഈ ഒരു ബ്രഹ്മപുത്രയെ കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കിടക്കുവാണ്. ബ്രഹ്മപുത്രയുടെ നീളം വീതിയൊക്കെ കണ്ട്
എത്രങ്ങാനും നീളത്തിലെ ഈ ഒരു പാലുള്ളത്. അത്ര വലിയൊരു പുഴയാണ്, അത്രയും വലിയ പുഴയാണ്. നല്ലോണം വെള്ളമുണ്ട്, മലനിരയാണ്. ആ ഭാഗത്തേക്കൊന്നും നോക്കാം, ആ ഭാഗത്തേക്കൊന്നും തീരെ എന്ത് കാണില്ല, മലനിര ഒന്നും കാണില്ല. സൂര്യൻ ഉണ്ടായിട്ടല്ല, കോട കോട. ഓ മൈ ഗോഡ്. അങ്ങനെ ഈ ഒരു പാലം കഴിഞ്ഞാൽ നമ്മൾ ഗുവാഹട്ടിയിലേക്ക് എത്തും. ഗുവാഹട്ടിന്റെ ആദ്യത്തെ പാലം, അവസാനത്തെ പാലം. ഇതിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇനി ആസാമിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിവേഗം വളർന്നുകൊണ്ട് വരുന്ന ഒരു നഗരം കൂടിയാണ്. എന്താല്ലേ, നമ്മൾ അങ്ങ് ദൂരെ കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലയുടെ വണ്ടൂർ എന്ന ചെറു പട്ടണത്തിൽ നിന്നും വന്ന 2 യുവാക്കൾ ഇതുവഴി പോകുന്നുണ്ട്. അതൊന്ന് കാണാൻ എല്ലാരും തിരിച്ചറിയ. ഓ ഗൈസ്, വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മളവിടെ എത്തുന്നുള്ളൂ. പക്ഷെ എന്നാലും ഓ ഗൈസ്, ഗുവാഹട്ടി എന്ന് പറയുന്ന നിസ്സാരമല്ല, വലിയൊരു നഗരമാണ്. ഞങ്ങളിപ്പടെ കയറിയിട്ടേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ആണ്. അതിഗംഭീരമായ ഒരു നഗരം തന്നെയാണ്. നമ്മൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ 3 റോഡ് ടൗണിന്റെ സെൻട്രലിലൂടെ വിട്ടിട്ടുണ്ട്. എന്താ പറയാ, ചുറ്റും മലനിരകളാണ്, നല്ല വൃത്തി അല്ലെ. റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ട്, അല്ലാതെ ചപ്പ് ചവറ് വാരിയിട്ട് അല്ലെ പ്ലാസ്റ്റിക്കോ കവറോ ഒന്നും തന്നെ ഇല്ല. റോഡില് വളരെ ക്ലീൻ, കണ്ണ് നല്ല മലകളാണ്. അതെ, ഒരു ഗ്രീൻഡ് സിറ്റിയാണ് ഈ ഒരു ഗുവാഹട്ടി എന്ന് പറയുന്നത്. പൈനാപ്പിളിനൊക്കെ എന്താ വില അറിയില്ല. ഒരു പൈനാപ്പിൾ വാങ്ങാം. ചക്ക വാങ്ങിയിരിക്കണേ ഞങ്ങള്. ഇത് ഞങ്ങള് തിന്നോന്ന് അറിയില്ല ഫുള്ളായിട്ട്. 50 റുപ്യാണ്. അടുത്ത കേന ഇറക്കിട്ട് ഞങ്ങള്. അതെ, ഒന്ന് പിന്നെ കിട്ടൂല. അതെ, ഇപ്പൊ പറയാൻ പറ്റില്ല, കിട്ടും. പക്ഷെ നമ്മള് ചിലപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ പെടും. ചിലപ്പോ നമ്മള് റോങ് സൈഡൊക്കെ വരും, അപ്പുറപ്പുറൊക്കെ ആയിട്ട് യൂട്ടിനൊക്കെ എടുത്ത് പോകേണ്ടി വരും. അത് നിക്കണ്ടത്, പീസ് എടുത്ത് തന്നെ കണ്ടു ഇവിടെ തന്നെ എടുക്കുക. ഇത് ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തണ്ടല്ലോ. എനിക്കെല്ലാം നമുക്ക് റസ്കും ബിസ്ക്കറ്റും പിന്നെ ബ്രെഡും വാങ്ങും. അല്ലേ, ഇത് വാങ്ങിയാലോ റസ്ക്? ഒന്നായിക്കോട്ടെ. അല്ലേ, അപ്പോൾ ഞാൻ ബ്രെഡും ബിസ്ക്കറ്റും റസ്ക് ആ സംഭവങ്ങൾ വാങ്ങിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആഡംബര തീറ്റല്ലേ, ചേഞ്ച് ആയിക്കോട്ടെ. ഉപ്പും കല്ലും വെളിച്ചെണ്ണയും മുളകും അത് മതി. കൊറേ എന്ന് തിന്നാൻ കിട്ടിയതൊക്കെ ഉണ്ട്. ഓർമ്മകൾ വേരോടും. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മേഘാലയ. ഞങ്ങൾ മേഘാലയയിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ മേഘാലയയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, ഞങ്ങളുടെ 8ാമത്തെ സംസ്ഥാനം അല്ലെ? അത് കേരളം അടക്കം 8ാമത്തെ സംസ്ഥാനത്തിലൂടെയാണ് ഞങ്ങളിപ്പോ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കയറിയിട്ടേ ഉള്ളൂ. കയറിയിട്ട് അധികം ഒന്നും ആയില്ല, കുറച്ച് ദൂരം പോകുന്നുള്ളൂ. ഒരു 10-20 കിലോമീറ്റർ നമ്മൾ പോകുന്നു കേട്ടോ. ഇനി നമ്മളുടെ കളി ഒന്ന് മാറ്റി കളിക്കണം. പൊയ്ശത്തെ ട്രാക്ക് മാറ്റി തരണ മാതിരിയാണ്. ട്രാക്ക് ചേഞ്ച് ആക്കി പണ്ടങ്ങൾ പോണ വഴി തന്നെ ഫുള്ള് മലനിര, പച്ചപ്പും ഹരിതാപവും, ഒരു ഇളം തണുപ്പും. എന്താ അതിന്റെ ഒക്കെ ഒരു വൈബ്. സുഖം വേറെ തന്നെ കുട്ടികളെ. എന്റെ മക്കളെ, ഇതിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തന്നെ എന്താ ഒരു വൈബ് എഴുതിട്ടാ. എന്തോ അളവില് ഭയങ്കര ടേണിങ് ആണേ. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ 4 വീലാണെങ്കിലും ബൈക്ക് എടുത്തൊക്കെ പോകുന്നുണ്ടല്ലോ, ഒന്നും കൂടി കളറായിക്കാരം പരിപാടി. ബൈക്ക് റൈഡൊക്കെ ആണെങ്കിലേ പൊള്ളിക്കും. അതിന് പറ്റിയ റോഡും കാലാവസ്ഥയും എല്ലാം കൊണ്ട് ഉസാറാണ്. അതെ, ഷിലോങ്ങിലേക്ക് പോകുന്ന റോഡാണ്. ഇതെന്താ ഈ കാണുന്ന പൊന്നും മക്കളെ. വണ്ടി ഒന്നും ഇവിടെ ഒതുക്കിയാലോ? ഇവിടെ നിർത്താൻ പറ്റൂല, ബസ് നിർത്തിക്കണല്ലോ അല്ലേ. പിന്നെ എന്താ ഈ കാണുന്നത്? പൊന്നും മക്കളെ, ആ മലനിരകളുടെ ഇടയിൽ ഈ കിടക്കുന്ന ഈ ഒരു തടാകം ഉണ്ടല്ലോ, നിസ്സാരമല്ല.
നല്ല ഭംഗിയില്ലേ. ഈ പൂവൊക്കെ മറ്റേ സൂര്യകാന്തിയാണ്. ആ അതെ അതെ, ആ മഞ്ഞപ്പൂവില്ലേ. നമ്മൾ വന്നത് ഇപ്പോൾ അതിലെങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇതിൻ്റെ താഴത്ത് കൂടെ ഇങ്ങനെ നമ്മൾ ഷിലോങ്ങിലേക്ക്, അത് ചിറാപ്പുഞ്ചിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് നിർത്തിയിട്ടുള്ളത്. മക്കളെ ചുറ്റും പച്ചയാണ്, പച്ച മാത്രമേ ഉള്ളൂ. ഇതാണെങ്കിലും ആകാശം ഏതാ വെള്ളം ഏതാ മനസ്സിലാവണില്ല. അങ്ങനെ കിടക്കുന്ന ഒരു തടാകമാണ് ഈ ഒരു തടാകം എന്ന് പറയുന്നത്. അടിപൊളിയാണ്, അടിപൊളി. ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി കാണണം തോന്നി. ഇനി പോയോക്കല്ലേ. ആ ഓരോ നിർത്തി. ഈ സൈഡ് തന്നെയാണ് നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ സൈഡും അല്ലല്ലേ, ഈ സൈഡ് തടാകം ഒന്നുമില്ല, വെള്ളമൊന്നുമില്ല. ഈ സൈഡ് കുറച്ച് വീടുകളും പിന്നെ അങ്ങോട്ട് പച്ചപ്പ് തണുപ്പിലുണ്ടാവുന്ന പല ജാതി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളതുവഴി അങ്ങനെ പോകും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ. പൊന്നോ, ഒരു രക്ഷയുണ്ടാവില്ല ചെങ്ങന്മാരെ. നമ്മൾ മേലൊക്കെ അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. ഈ മേഘാലയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വാട്ടർഫോളുകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതുപോലെ തന്നെ ട്രക്കിംഗ് പ്ലേസ്, ഒരുപാട് ട്രക്കിങ്ങും വാട്ടർഫാൾസും അതുപോലെ തന്നെ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ഏരിയ ആണ് മേഘാലയ. മേഘാലയയില് പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ നല്ല തെളി, ഞങ്ങൾ പറയാം പച്ച മലയാളം, നല്ല തെളിയായിരിക്കും. അപ്പൊ അത്തരം കാഴ്ചകളിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ എന്താ പറയാ, മേഘാലയയിലേക്ക് കയറിയിട്ട് ഇപ്പൊ ഒരു 60 കിലോമീറ്റർ അല്ലേ പോന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. നമ്മൾക്ക് നല്ല ആനന്ദം, സന്തോഷം തരുന്ന കാഴ്ചകളാണ്. ഓ ഇതിന് ഡാമുണ്ടോ? ആ മേഘാലയ എനർജി കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട താഴെ ഭാഗത്തേക്കൊക്കെ നോക്കാം. എന്നാ വ്യൂ അല്ലെ, സൂപ്പറായില്ലേ. ഈ ഭാഗത്താണ് ആ ഒരു തടാകം ഉള്ളത്. ഇതതിന്റെ ഷട്ടറാണ്. ഇവിടെ ഷട്ടറാണ്. ഈ ഭാഗത്ത് തടാകമൊക്കെ കിടക്കണം. കടപ്പ് കണ്ടാലിയായിരിക്കും എന്റെ മക്കളെ. എന്താ ഇതിന്റെ ഒരു ഭംഗി. ഇവിടെ വലിയ വാഹനങ്ങൾ ഇതുവഴി പോകില്ല കേട്ടോ, കാരണം അതാണ് അതിന്റെ ഹൈറ്റ്. 2.8 mm ആണ് അതിന്റെ ഹൈറ്റ്. നമ്മളാ കണ്ടിരുന്ന തടാകമാണത്. നമ്മളവിടെ ആയിരുന്നു, ആ ഒരു പാലത്തുമ്മലായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഈ ഫോറസ്റ്റ് കൂടെ അങ്ങനെ പോകുന്നതാണ്. ഇത് റിസർവയർ ആണ് കേട്ടോ. ഇത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്ററിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. നമ്മൾ പോന്നപ്പോൾ ഇതിൻ്റെ അണക്കെട്ട് കാര്യമൊക്കെ കണ്ടതല്ലേ, നല്ല ഭംഗിയാണല്ലേ. എന്താണ് ആ തണുപ്പും കൂടി വരുമ്പോഴാണ് ഇത് ഒന്നും കൂടി ഉഷാറാവുന്നത്. ആ ബോട്ടിങ് പരിപാടിയൊക്കെ ഉണ്ട് അതിൽ. ഓഹോ, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഞങ്ങൾ പോയില്ല, അവിടേക്ക് അങ്ങോട്ട് പോകാനൊക്കെ പറ്റും. അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഇത് നല്ല ഭംഗിയാണല്ലോടാ. പിന്നെ നീല കളറായിട്ട് അതെ അതെ, എന്താ അതിൻ്റെ ഒരു ഭംഗി. നമ്മുടെ കൂമനത് അവിടെ വെക്കാം. നമ്മളിവിടുന്ന് ഇങ്ങനെ ഈ ഒരു സൈഡ് അങ്ങനെ കയറി പോകണമെങ്കിൽ ഇവിടെ നടന്ന് ശരിക്കും കാണാൻ വേണ്ടി പറ്റണത് ആ താഴത്ത് കൂടെ അങ്ങ് ദൂരമായിട്ട് കാണുന്നുള്ളൂ. ഒരു ബോട്ട് ഇങ്ങനെ പോകുന്ന കാണണ്ടേ, ഒരു വെള്ളപ്പുള്ളി. ഓ, അവരുടെ ഒരു ഫീൽ എന്തായിരിക്കും ഇതിലിങ്ങനെ ബോട്ടിങ് നടത്തുമ്പോൾ അല്ലേ. പക്ഷെ അവർക്ക് ഈ ഒരു വ്യൂ ഇല്ല. നമ്മൾ ബോട്ടിങ് ചെയ്യണതല്ലേ, പക്ഷെ അവർക്ക് ഈ ഒരു വ്യൂ ഇതൊരു രക്ഷയില്ല കേട്ടോ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മിയൽ ലേക്ക് അടിപൊളിയാണ്, കൊള്ളാം. നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ്. ഇനിയും ഉണ്ടാവും ധാരാളം ലേക്കുകൾ, വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടല്ലോ. ഇവിടത്തെ ടാക്സികൾ കണ്ടങ്ങള്, ഇവിടുത്തെ ടാക്സിയാണ് ഈ കാണുന്ന ആൾട്ടോകളാണ് ഇവിടുത്തെ ടാക്സികൾ. പിന്നെ ആൾട്ടോ മാത്രമല്ല എല്ലാ വണ്ടികളും ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്. ഇതിൽ 800 അടക്കം ഇവിടെ ടാക്സി ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടോ വരി വരിയായിട്ട് പോകുള്ളൂ വണ്ടികള്. ഇപ്പം ഫോണൊക്കെ വിളിച്ചിട്ടാ പോണേ. പോട്ടെ ഇതുണ്ടോ ഈ മരം നോക്കാം, ശരിക്കും അടുത്തുനിന്നൊരു മരം കിട്ടിയാണ്. ഞങ്ങള് ഗാർഡൻ കേവ്സിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയില് ഹൈവേയുടെ പണി, അതായത് റോഡ് വീതി കൂട്ടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ്. കിലോമീറ്റർ കണക്കിനായിട്ട് ഞങ്ങള് ഈ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗത്ത് കൂടെ വന്നുകൊണ്ടിരിക്കും. അതിലൊക്കെ ഒക്കെ വീടുകൾ എന്താ മനോഹരല്ലേ. കാത്ത് പോകുമ്പോ ആ വീയൂലേ, അടിപൊളിയടാ, രക്ഷയില്ല കേട്ടോ മക്കളെ. കുറെ നേരമായി പോകണു. ഹൗസിങ് ചൂടായപ്പോ നീച്ചതാണ്. തണുപ്പുണ്ടല്ലേ മക്കളെ. അതാ അതിലെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് അങ്ങ് ദൂരെ. ആ ഒരു കാട്ടിൽ നിന്നും ആ ഒരു മലയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്നതാണത്. ഇതന്നെ ഇത്രയും തെളിയുണ്ടല്ലേ. ആ
നമ്മൾ വന്ന വഴി അതിലെങ്ങനെയാണ്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല റോഡിൻ്റെ പണി നടന്നിട്ടൊക്കെയാണ്. ഈ മലകളുടെ ഒക്കെ ഒരു ഹൈറ്റൊക്കെ വലിയ വലിയ വൃക്ഷങ്ങളല്ല, ചെറിയ ചെറിയ ചെടികളാണ് അല്ലേ, ചെടികളാണ്. അപ്പോൾ ഇവിടേക്കൊന്നും ഇറങ്ങാൻ യാതൊരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് പോവാം, പണിയാവും. അതെ. ഓ ഗായ്സ് അത് കണ്ടങ്ങൾ എന്താ ലുക്കിൽ. ഇവിടെ നോ പാർക്കിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നിന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് നോ പാർക്കിംഗ് ആ. ഓ അടിപൊളിയാണ്. വലിയൊരു താഴ്വരയാണ് കാണുന്നത് അല്ലേ. പിന്നെ എന്നടാ അതിലായിരുന്നു നദി ഒഴുകുണ്ടോ? നദി ഒഴുകുണ്ടേ. സൂപ്പർ വ്യൂ ആണല്ലേ, നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. മറ്റെന്താ സാധനം ചാടുന്നത്? അത് അതങ്ങനത് ആണത് വണ്ടിയൊക്കെ ഉണ്ടായി. ഞങ്ങൾക്കിത് വാക്കുകൾ കൊണ്ട് ഗൈസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. കാരണം അത്രയും മനോഹരമാണ്, അത്രയും മനോഹരം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ് ആ കാണുന്ന കാഴ്ച. നിസ്സാരമല്ല. നമ്മൾ പോകുന്ന വഴിയാണത്, നമ്മൾ വന്ന വഴിയാണത്. ഇതൊക്കെ നമ്മൾ പല എന്താ പറയാ പല ഫോട്ടോകളിലും വീഡിയോകളിലും കണ്ടുകൊണ്ട് അയ്യോ താഴ്വാരം കണ്ട എത്രമാനം താഴ്ചയുണ്ട് എഴുതിട്ടോ. നല്ല ഭംഗിയാണ് കാണാന്. ഒന്ന് മനം നിറയെ കാണാൻ വേണ്ടിട്ടേ വണ്ടി ഒന്ന് നിർത്തിയതാണ്. അത്രയും മനോഹരമല്ല കാഴ്ചയെന്ന് വെച്ച്. എന്താ കുക്കത് എന്താത് പറഞ്ഞു പോയത്? കാഴ്ച നമ്മൾ കരുതിയ പോലെ അല്ല കേട്ടോ. ഈ കാഴ്ച ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വിശദീകരിച്ച് തരും എനിക്കറിയണില്ല. ഇതിങ്ങനെ വലിയൊരു പർവ്വതമാണോ അതുവഴി പോകുന്നത്. അതിലങ്ങോട്ട് റോഡൊന്നും ഇല്ല തോന്നുന്നു. ഞാൻ അതിലങ്ങനെ റോഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലേ, ഉണ്ടോ? ഏതായാലും ഞങ്ങൾ പോകുന്ന വഴിയാണിത്. ഈ വഴിയിൽ നമ്മളുടെ കൂമനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിവിടെ നിന്നുകൊണ്ട് ഈ ഒരു മനോഹരമല്ല കാഴ്ച. അത് ഈ രണ്ട് മലനിരകളുടെ നടുക്കായിട്ടൊരു നദി ഒഴുകുന്നുണ്ട്. അതെ, ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിമനോഹരമായ സുന്ദരമായ കാഴ്ചയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കാഴ്ച കണ്ടിട്ട് എങ്ങനെ ഇങ്ങക്കൊക്കെ യാത്ര ചെയ്യാതിരിക്കാൻ കഴിയും? ഞാൻ പറന്നോട് പോകാനാ തോന്നണല്ലേ. ഓ അജാതി വ്യൂ ആണ്. എന്താണ് നമ്മൾ പോകുന്ന വഴിയാണ്. ഞങ്ങള് ചെറിയൊരു വഴിയാണ്. ഒരു വഴിയില് ഈ പറമ്പിന്റെ മേലെ അല്ലെങ്കിൽ ഒരു മലയ്ക്ക് മേലെ ഉള്ള റോഡ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോരുന്ന വഴിക്ക് ധാരാളം ഉണ്ട്. വിശാലമായി കിടക്കുന്ന രീതിയില്ല. പിന്നെ മാത്രല്ല ഇതിന് മേലെ കുറെ നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെയുള്ള പുല്ലുകളാണ് അല്ലേ. പുല്ല് ആ കുത്തണ പുല്ലുകളൊക്കെ പുല്ലറമ്പിലൊക്കെ ഉണ്ടാണ് ആ പുല്ലില്. നല്ല രസോട്ടോ ഇതിൽ എങ്ങനെ പോവാനേ. നമ്മൾ ഇത്തരം കാഴ്ചകൾ തേടിയാ നമ്മുടെ യാത്ര. അസാധ്യ വ്യൂ ആണേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ ഈ മലനിരകളുടെ ഒക്കെ ഈ ഒരു വ്യൂ. മേഘാലയ, മേഘങ്ങളുടെ ആലയം. ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് 100 രൂപ, ക്യാമറക്ക് 100, പിന്നെ പാർക്കിങ്ങിന് 20 രൂപ. ഇത്തരം ഏരിയകളിലൊക്കെ വരുമ്പോൾ ഉള്ളൊരു മെയിനായിട്ടുള്ള വിഷയമാണ് ഇത്തരം എന്താ പറയുക ക്യാമറ കൂടി നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇനി ഗാർഡൻ ഓഫ് കിഡ്സ് എന്നാട്ടോ, ഗാർഡൻ ഓഫ് കിഡ്സ് എന്നാണ്. ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പോവുകയാണ്. നമ്മൾ എവിടേക്കാണിത്? ഫുള്ള് പൂന്തോട്ടമാണോ? നമ്മൾ ഒരുപാട് ഗുഹകൾ പോയിട്ടുണ്ട്, ഞങ്ങൾക്കറിയാലോ. പക്ഷെ അതിലൊന്നും ഇല്ലാത്തൊരു വൈബ് ഇവിടെ ഉണ്ട്. അല്ലേ? ഇതാരാ കൊട്ട മുട്ടൊന്നുമില്ലേ? ഫുള്ള് പ്രകൃതിയായിട്ട്. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഡാഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ വെള്ളം ചാടിയിട്ടൊക്കെ അല്ലേ തണുത്ത വെള്ളം. നമ്മൾ പോകുന്ന വഴി കണ്ട ഇവിടെ ഓരോരുത്തരും ഇവർ പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇവരെ ഇംഗ്ലീഷ് വേറൊരു ഇംഗ്ലീഷാണ്. അത് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ. എവിടേക്ക് എത്തിച്ചേരാവോ? അയ്യോ, ആരേലും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ തണുപ്പാണ് ഗൈസ്, തണുപ്പാണ്. ഇതിൽ കൂടെ ഒന്നും നടക്കൂല. ആരേലും ഉണ്ടോ? പ്രകൃതിയായിട്ട് വളരെ അധികം ഇണങ്ങി ചേർന്ന് കിടക്കുന്ന ഒരു കീവ് തന്നെയാണ് ഈ ഒരു കീവ്. അത് വെറും നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കീവ്സ് കണ്ടവരാണല്ലോ, നമുക്കറിയാലോ ഓരോ ഗുഹകൾ എങ്ങനെയാണ് അല്ലേ. ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. എടാ, ഈ സംഭവം തന്നെയാണ് യഥാർത്ഥം അല്ലേ. അത് തന്നെയാണ് ഇപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു തരാൻ എനിക്കുള്ളത്. അപ്പോൾ ഇത് എന്താ
സംസിയാം ഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഫാൾസ് അതായത് ഗോത്രവർഗ്ഗങ്ങൾ സാധാരണയായിട്ട് കുളിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം അങ്ങനെ എന്തോ ആണ്. ഇതിവിടെ സാധാരണയായിട്ട് ഉത്ഭവിച്ചതാണത്. ഇവിടെ ഇങ്ങനെ പോയിക്കൂടെ, നമുക്ക് ഇറങ്ങി നടക്കാമല്ലോ. ഇവിടെ ടൈം എടുത്ത് കാണേണ്ട സംഭവങ്ങളാട്ടോ. അത് വൈക്കലുണ്ടാവോ. വാട്ടർഫോൾ അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. മൊത്തത്തിൽ പ്രകൃതിയായിട്ട് വളരെ അധികം ഇണങ്ങി കിടക്കുന്ന മിയ ഒന്നും പറയാല്ല. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ വരുവാണ് വെള്ളം. ഇവിടെയൊക്കെ നിന്ന് കുളിക്കണവരെ സമ്മതിക്കണം കേട്ടോ. നടക്കാനുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ചെറിയൊരു കൽപ്പാലമാണത്. കൽപ്പാലം കഴിഞ്ഞാൽ വന്നാൽ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ അതുവഴിയാണ് അങ്ങനെ ഉത്ഭവിച്ച് വരുവാണ് ഈ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 സ്ഥലം കൂടി ഉണ്ടോ പോരാ. ഇത് എങ്ങനെ ഇത് വെട്ടിയണോ? വെട്ടിയെടുത്തണോ? ഇല്ലേ, ഈ സ്റ്റെപ്പുകളൊക്കെ വെട്ടിയെടുത്തുണ്ടാക്കിയതാണ്. ഇവിടെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നണില്ല. ഉണ്ടല്ലേ, കുറച്ചൊക്കെ ഇങ്ങനെ പണിയെടുത്തേക്കണതില്ലേ, വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സ്ഥലത്തേക്ക് വന്നതാണ്. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ പേരെങ്ങനെ വന്നതെന്നുള്ളതാണ് അല്ലേ. ഇവിടെ തന്നെ ഒരു വാട്ടർഫോളാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് കാണാനുള്ളൊരു വാട്ടർഫോളാണിത്. ഇത് അടിപൊളിയല്ലേ. ഇതെങ്ങനെ കുഴിയായി? അപ്പോൾ കുഴി ഉണ്ടാക്കിയതാവോ? ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്കൊന്ന് പോകാൻ വേണ്ടി പറ്റും. അതായത് അതുവഴി അങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ വേണ്ടി പോയി നോക്കാം. അത് അവിടെ പോരുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. നമുക്ക് ഓരോ റൂട്ട് പറഞ്ഞു തരും ഏതുവഴിയാണ് ഞാൻ നെക്സ്റ്റ് നമ്മൾ പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇത് വായിച്ചോളി കാര്യങ്ങൾ മനസ്സിലായിക്കോളി. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊരു തണുപ്പ്. ഗുഹയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഗുഹക്കുള്ളിലൊക്കെ ചൂടല്ലേ വേണ്ടേ? ചീവൊക്കെ വെറും തണുപ്പാണ്. ഇതിലെ വെള്ളം ചാടും. ഇതിപ്പോ ഒന്ന് നിർത്തിയതാണ്. ഇതിൻ്റെ ചോട്ടുന്ന് വേഗം പോര്. യാറ് നാഗവല്ലിയ. ഇതിൻ്റെ ഉള്ളിൽ അവിടെ നല്ല സ്പേസ് ഉണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം അങ്ങനെ ചാടുന്നുണ്ട് ഈ പാറയുടെ. ഈ അടിപൊളി കേട്ടോ മക്കളെ, നിസ്സാരമല്ല. ഇതൊന്നും നമ്മൾ മിസ് ചെയ്യാനേ പാടില്ല. ഞങ്ങളിവിടെ ഇവിടുത്തെ ഗ്രാമങ്ങളും വില്ലേജുകളും അതുപോലത്തെ ഏരിയകൾ മാത്രമല്ല, ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസും നമ്മൾ പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നീട് വരവ് ഇങ്ങോട്ട് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. ഇത്രയും ദൂരം താണ്ടിയാണ്, എത്രയോ കിലോമീറ്റർ, 3600 കിലോമീറ്റർ താണ്ടിയിട്ട് നമ്മളിട്ട് വരുന്നത്. ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ എടുക്കാൻ പോവാ അല്ലേ. പിന്നെ എടുത്തില്ലെങ്കിൽ അത്ഭുതമാണ്. എടുത്തില്ലെങ്കിൽ നഷ്ടമാണ്. നമ്മള് വേക്കുന്നോ അതിൻ്റെ ഇന്നത്തെ പോലെ പെട്ടല്ല നമ്മള്. അന്ന് വെട്ട പോലെ തന്നെയാണ് പുതിയ. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ മൊബൈലിന് റേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖം ഉണ്ടോ. കൊത്തി എടുത്ത പാടുകൾ കണ്ടങ്ങൾ. എത്രങ്ങാനും സ്റ്റെപ്പാ. വാവ്, നമ്മള് രക്ഷപ്പെട്ടടാ. നമ്മൾ എടുക്ക ഞാൻ പോര്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ്ട. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോയത് അല്ലേ. ഇപ്പോൾ നമ്പർ 5 ആണത്. അത് എസ് ആണോ? ഇതിപ്പോൾ എവിടെ വന്ന് ചാടി വെച്ചാൽ അവിടുന്ന് ഇറങ്ങി ഇവിടെ പൊന്തി അറിയില്ല. ഇനി ഇതിലേ പോണ്ടേ. എന്നല്ലേ ഇതിലിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പോകണം നമ്മൾ. വള്ളി വലുതാവാണ്. വെള്ളം തട്ടി 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 തട്ടി. ഇത് മുമ്പ് വന്നവരൊന്നും ഇത്ര വലിപ്പത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ ഞങ്ങളാണ് ഇത്ര വലിപ്പത്തിൽ കണ്ടത്. ആദ്യം വന്നവരൊക്കെ ചെറിയ വള്ളിയാവും ഇത് കണ്ടിട്ടുണ്ടാവുക. വെള്ളത്തുള്ളികൾ ഇതിലൊക്കെ ചാടുന്നതാണ്. ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ ചോട്ടിൽ നിൽക്കാം. എന്താ ചാട്ടം ഇതൊക്കെ കണ്ടിട്ട്. ഇതൊക്കെ ഇപ്പോൾ കുറേ പരിപാടി ഇപ്പോൾ ഇവർ ചെയ്തിരുന്നു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. ഈ കട്ട വെച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവർ ചെയ്തിപ്പോൾ. എന്നാലും ഇപ്പോൾ ആളുകൾക്ക് കാണാൻ സുഖമാണ്, നടന്നു പോകാനും. അതുപോലെ തന്നെ ഓരോ ആളുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റും. ഹിന്ദി ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി നമുക്ക്. ഇനി അടുത്ത 6. നെക്സ്റ്റ് ഇവിടെ കുറച്ചും കൂടി ഹൈറ്റ് എന്നാണ് ചാടുന്നത് അല്ലേ. കുറച്ചും കൂടി ഹൈറ്റ് എന്നാണ്. ഇത് നമ്മളടാ എന്താ യെല്ലോറ കേവ്സ് പോയില്ലേ, അവിടെ ഇതേപോലെ ഒരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷേങ്കിൽ അവിടെ ഇതിനൊക്കെ വലുതാണ്.
ആ അത് അതിനും ചെറുത്. പക്ഷെ എന്നാലും ഇത് കാണാൻ ഭംഗിയുണ്ട്, മനസ്സിലായോ? കുറച്ച് വെള്ളമേ ഉള്ളൂ, വെള്ളം കുറച്ചേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളും ഇത് അവിടെ കൂട്ടുന്നത് മനസ്സിലാക്കല്ല അവർ. ആഹാ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതിന് ചാടിയതൊക്കെ എന്നോ ഇനി അതിലൊക്കെ ഉണ്ടോ വഴികൾ. ശരിക്കും പോവുകയാണെങ്കിൽ ഇതിലൊക്കെ ഉണ്ട് വഴികൾ. പക്ഷെ നമുക്കിനി ഇതിലേ പോകാനേ പറ്റുള്ളൂ. നല്ല ചീവിടുകളുടെ ഒക്കെ ശബ്ദം. അവിടെ ചാടിയ ആ വെള്ളം ഇതുവഴി അങ്ങനെ ചെറിയൊരു തോട് പോലെ, ചെറിയൊരു കനാല് ആയിട്ട് അങ്ങനെ ഒഴുകി പോവുകയാണ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നമുക്ക് എന്തായാലും നാളേക്കൊക്കെ ജാക്കറ്റ് പോലത്തെ സംഭവങ്ങൾ വാങ്ങൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് വൈകിട്ടൊന്നും നമുക്ക് വണ്ടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗിൻ്റെ പുറത്തൊക്കെ വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ നമ്മളത് ജാക്കറ്റ് കിട്ടുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും കിട്ടൂല, അവധിയാണ്. ഇവിടെ നല്ല കിട്ടുമല്ലോ എഴുതിയിട്ടാണ് അല്ലേ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാലമുണ്ട്. മരം വള്ളിയൊക്കെയാണ് കേട്ടോ, ഇതൊക്കെ ചൂരൽ പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇത് നമ്മളാ ഫസ്റ്റ് കണ്ട വാട്ടർഫോളാണ്, അതിന് വരുന്ന വെള്ളമാണ്. അതും തന്നെ ഈ ഒരു പ്രധാന കനാലിലേക്ക് അരുവിയിലേക്ക് ചേരുന്ന ഒരു സ്ഥലമാണ്. സൂപ്പർ. ഈ ഗാർഡൻ ഓഫ് കീപ്സിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് മക്കളെ ആർസിദാദ് വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതിൽ പോകാൻ തന്നെ നല്ല വൈബാണ്. ഇവരുടെ ഈ ഒരു രീതിയിലുള്ള മുളകെട്ടും, അതായത് ഒരു എന്താ പറയുക, ഗോത്രവർഗ്ഗങ്ങളുടെ ഓരോരോ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വേലി കെട്ടുക, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുവഴിയാണ് ആ വെള്ളം ചാടിയിട്ട് പോകുന്നത്. നമ്മളിവിടെ ഇവരിങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും ഇതുപോലെ ഗാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കുളിക്കാന്നൊക്കെ തോന്നുന്നത് അല്ലേ. ആഹാ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. അത് ശരി തന്നെ കേട്ടോ അല്ലേ. ഇത് നല്ല മനോഹരമായ വെള്ളച്ചാട്ടമാണ്. ഓ അതിൻ്റെ മോനെ എന്താ ഇതൊക്കെ ഇവിടുത്തെ ഈ ഒരു ടിവിയിലുള്ളതാണല്ലോ അല്ലേ. അതെ അതെ, ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ആളുകളുടെ മുഖത്തൊന്നും യാതൊരു ക്ഷീണമല്ല, ആർക്കും ഒരു സങ്കടമല്ല. ഞങ്ങൾക്കും തന്നെ വളരെ സന്തോഷം. കാരണം കാണാനൊക്കെ അത്ഭുതമാണ്. തണുപ്പാണ്, തണുത്ത കാലാവസ്ഥയാണ്. കാസി ട്രഡീഷണൽ ഡ്രസ്സാണ് കഴിച്ചത്. രാജാവ് രാജ്ഞിയാണ്. ഓക്കെ. ഓ 9-10. ഓ ഗായ്സ്, ഇവിടെ 9-10 വേറെ എന്താ ഉണ്ട് നമ്മൾ കൂടി കാണാണ്ട്. ഞാൻ അതുകൂടി കാണാൻ പോട്ടെ. രാജാവിനെ രാജ്ഞിയെ കണ്ടു. പ്രകൃതി അതാ കിടക്കുന്നു. ഇനി ഇതിലെ ഇതെന്താ ബാമ്പു. ഇതാണോ ബാമ്പു പാലം എന്ന് പറയണേ? അല്ല, ഇവിടെ ഒരു പാലമുണ്ടേ, ബാമ്പു കൊണ്ടുണ്ടാക്കിയൊരു പാലം. അതാക്കണടാ, അടിപൊളി. ഓ ഗായ്സ്, ഈ പാലം ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഫുള്ള് മുള കൊണ്ട് ഉണ്ടാക്കിയതാണ്. താഴത്തൊക്കെ പില്ലറൊക്കെ മുളയാട്ടോ, കംപ്ലീറ്റ് മുളയാണ്. മുളപ്പാലാണ്, ബാമ്പു വോയിസ്. അതെ, അവിടെ ഇങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മാറിക്കണം. ഇവിടെ താഴത്തേക്ക് നോക്കാണ്ടോ, വേണോ കാലേ കണ്ടോ? കാലൊക്കെ മുളയാണ്. എല്ലാം മുള കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് മരങ്ങൾക്കൊക്കെ ഒരു പിടുത്തം കൊടുത്തേണ്. എന്നാലും ഈ മുള ഇതൊക്കെ നോക്കാം, പറ്റ പിടുത്തം വിട്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ ഒരു സുന്ദരം, അടിപൊളി. ലുട്ടാപ്പി. ഇതിന്റെ താഴത്തേക്കൂടെ താഴത്തേക്കൊക്കെ നല്ല ആയുണ്ട്, നല്ല പുല്ല് കയറി കിടക്കുവാണ്. ഇതിങ്ങനെ അവിടേക്ക് അറിയില്ല. ഞങ്ങളുടെ കലയിൽ മുന്നിലൊരു മുത്തശ്ശിയുണ്ട്, അവർ പോട്ടെ, അതേ ഞങ്ങൾ ഇത്ര സ്ലോയിൽ പോകണം. ഇതൊക്കെ ഇവിടെ കാണുന്ന പ്രത്യേകം ചെടികളാണ്, നല്ല ഭംഗിയുണ്ട്. ഓ എന്തൊരു അന്തരീക്ഷം മോനെ. ചെങ്ങന്മാരെ, എന്താ അതിന്റെ സുഖം, എന്താണ് നമ്മൾ കാണാത്ത കാഴ്ച ആയതുകൊണ്ട്. നമ്മുടെ നാട്ടില് ടി കെ കോളനിയിൽ ഉണ്ടൊരു ഇതേപോലത്തെ ഒരു
പാലം. പക്ഷെ ഇത്രയും സംഭവിച്ചൊന്നുമില്ല. പക്ഷെ ഇതിന്മേൽ കുരുങ്ങണുണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. കാണില്ലേ? പൊട്ടിക്കലൊക്കെ ഇത് പാലം പൊളിച്ചടിച്ച് കയറാണ് കേസാവും. പിന്നെ ഈ ബാമ്പ് പാലം ഒരു രക്ഷയല്ല. ലോക്കോ ഇതൊരു 2 സ്റ്റെപ്പ് ഇട്ട് കൊടുത്താ എന്തേലൊക്കെ 2 സ്റ്റെപ്പ്. ഇത് ഇന്നാളത്തെ സ്റ്റെപ്പ് പാട്ട് മാത്രമേ മാറ്റുള്ളൂ. പാട്ടിന് മാത്രമേ മാറ്റുള്ളൂ. അപ്പൊ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് ഈ വെള്ളം കുടിക്കാന്നാണ് അവര് പറയണത്. അതങ്ങനെ കുടിക്കാൻ പറ്റണം. ഇത് പൈസ കിട്ടേണ്ടത്. പൈസ നോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഉണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൊണ്ടൊക്കെ വലിയൊരു ഹോളൊന്നുമില്ല. ഒരു ചെറിയൊരു ചായ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വരുന്നത്. മനസ്സിലായോ? അടിപൊളി. അതായത് പിന്നെ ഇത് നിൽക്കണത് കണ്ടോ, ഒരു മരത്തിൻ്റെ വേര് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പനാ ഓ നല്ല പേര്. ഗുഡ് നെയിം. സുഖമാണ്. സുഖമാണ്. മലയാളം അറിയോ? കുറച്ച് അറിയാം. ഗൈസ് ഇവിടെ ഞാനിങ്ങനെ മുള കണ്ടപ്പോഴേ അത് എന്തിനാ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 100 റുപ്യ ഇതിനൊന്നിന്. 100 രൂപയ്ക്ക് അത് വാങ്ങിയിട്ട് ആ വെള്ളം കൊണ്ടുപോകും. അത് ഇവർ വിശ്വസിക്കുന്ന മരുന്നാണെന്നാണ്. അത്രയും നല്ല വെള്ളമാണെന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്ര വിശ്വാസമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരത് 100 റുപ്യക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകും വെള്ളം. നമുക്കിനി മേലേക്ക് പോലെ. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ പാർക്കിങ്ങിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മറ്റൊരിടത്തേക്ക് നമുക്കിന്ന് നിൽക്കാൻ കണ്ട സ്ഥലത്തേക്ക് നിൽക്കാനുള്ള സ്ഥലം നോക്കല്ലേ നമ്മൾ. ഇന്നിപ്പം ഇത്രയും പോരെ മതി ടൈം. ഈ ആളെ നോക്കണ്ട, ഇയാൾ ഇപ്പോൾ താവും. ഇപ്പോഴുള്ള ഈ വെളിച്ചം നോക്കണ്ട, എപ്പോഴും പോവും, പെട്ടെന്ന് പോകും. ഗൈസ് ഇവിടുത്തെ വീടുകളാട്ടോ ഇതൊക്കെ. ഞങ്ങളിതൊരു സത്യത്തിലൊരു ഗ്രാമത്തിലാണ് ഇതുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് ഇവിടുന്ന് എന്തായാലും പോകണം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എവിടെയെങ്കിലും കിട്ടിയിട്ട് വഴിയാണല്ലേ. ഓ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അല്ലേ. സൂപ്പർ സ്ഥലമല്ലേ. അവിടെയാണ് നമ്മൾ പോയിരുന്ന ആ ഒരു കേവ് ഉള്ളത്. അവിടെയാണ് ഗ്രാമങ്ങൾ അതിലിതിലേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഗ്രാമങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. ഇവിടെ ഇതൊരു സൺസെറ്റ് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ശരിക്കും അവിടേക്കാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റ് ഈ മലകളുടെ അല്ലെങ്കിൽ ഈ ഒരു പർവ്വതത്തിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ സൂര്യൻ താഴ്ന്നു പോകുന്നത് കാണാൻ വേണ്ടി പറ്റുവിടുന്നു. ആ ഒരു സൺസെറ്റ് പോയിന്റിലാണ് ഇട്ടുന്നത്. ഇവിടെയാണ് നമ്മളിന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സൂപ്പർ സ്ഥലമല്ലേ. ഓ ഇവിടെ തണുപ്പും ശരിക്കും നമുക്ക് ടെൻ്റ് അടിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം ടെൻ്റ് അടിക്കണില്ല. ടെൻ്റ് അടിക്കാനുള്ള അവസരം നമുക്കുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് ട്രക്കിംഗ് ഒക്കെ വരുന്നുണ്ട് ഇനി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടെൻ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിക്കാനുള്ള സ്ഥലത്തിന് വരെ പൈസ കൊടുക്കണം. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ എന്തിനും പൈസയാണ്. ഓ കുക്കു, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണോ? അതെ, സൂര്യൻ അസ്തമയത്തിലേക്ക് കടക്കുവാണ് ഗൈസ്. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യൻ അസ്തമിക്കുന്നതാണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ്. ഇവിടെ ഒരു സൈസ് പൂക്കളൊക്കെ ഉണ്ടേ. അപ്പോൾ ആ പൂക്കളൊക്കെ നമുക്ക് നാളെ പരിചയപ്പെടാം. അവരെയൊക്കെ കണ്ണൊക്കെ ആകെ ചോന്നോ. ഓ കട്ടും ചുവപ്പ് കളറിലാണ് നിൽക്കുന്നത്. കുറച്ച് താന്നിക്കണ്. നമുക്ക് ഇന്നത്തെ ഭക്ഷണം കപ്പയാക്കാം. പൂള കൊണ്ട് ഉണ്ടാക്കുന്ന ഞങ്ങൾ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പൂളക്കൂട്ടാൻ. വല്ലാണ്ട് ഉടയാത്തൊരു സംഭവം. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളിന്ന് കുക്ക് ചെയ്യുന്നത് വെറും പൂള മാത്രമേ ഉള്ളൂ. അതിലേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിലേക്ക് അതൊന്ന് തൂമിച്ചെടുക്കുക. അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം ഒരു ദിവസം. നമ്മളിപ്പോൾ ഇത്ര ദിവസം റൈസ് തന്നെയല്ലേ കഴിക്കണേ. പിന്നെ ബീഫും അതും എന്താ പറയുക ചിക്കനും മുട്ടയും ഒക്കെ തിന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ പോട്ടെ, പ്രശ്നമൊന്നുമില്ല. അതൊരു ടേസ്റ്റ് ആവും. പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് മേഖലയിൽ അത് കഴിക്കുമ്പോൾ നല്ല വൈബായിക്കാരം അല്ലേ. തകാനായില്ലേ. ഇനി ഒരു പൊട്ടും കൂടി ഉള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ ആ സാധനമൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ. സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് തുടങ്ങാം. ഇപ്പം തന്നെ ഇങ്ങനെ കട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട്.
തണുപ്പ് കുടുംബത്തിന് കുക്ക് ചെയ്ത് തീർക്കാൻ. കൈ ചുറ്റു വെച്ചാ നാളെ എന്തായാലും ജാക്കറ്റ് വാങ്ങണം, അല്ലെങ്കിൽ പരിപാടി നടക്കൂല അവിടെ അല്ലേ? ഞങ്ങളെ ജാക്കറ്റാണിത്, ഞങ്ങളെ മുണ്ട്. ഇന്നത്തെ ദിവസം കൂടി ഉള്ളൂ. ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്. നാളെ എന്തായാലും നമ്മൾ വാങ്ങും. നാളെ തീർച്ചയായിട്ടും പഠിക്കണം. ഇപ്പത്തെ നമുക്ക് അനുഭവം പഠിച്ചു. അനുഭവം ഗുരു പറഞ്ഞില്ലേ. കുറച്ച് പൂളടുപ്പത്ത് വെച്ചിക്കണ്, നീ ചോറ് വെക്കണം, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ